ഈ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ 40 ഓമിലൂടെയുള്ള കറണ്ട് കാണാനാണ്. സർക്യൂട്ട് തന്നിട്ടുണ്ട്. കുറച്ച് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങിക്കളയാം. 10 വോൾട്ടേജ് സോഴ്സിന് അത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, എന്താണ് കാണാൻ കഴിയുന്നത്? 5ഉം 40ഉം പാരലലായിട്ടാണ്. 5ഉം 40ഉം മാത്രമാണ് പാരലലായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 5ഉം 40ഉം പാരലലാവുമ്പോൾ 5 × 40 ഡിവൈഡഡ് ബൈ 5 + 40 200/45 4.44 ഓം ആണ്. ഇനി ബാക്കി വരുന്ന ശ്രദ്ധിക്കുക. കണ്ട ആ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും. 50 വോൾട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടിനും പാരലലാണ്. ഈ 5.5നും 4.44നും കോമ്പിനേഷന് പാരലലാണ്, 20നും പാരലലാണ്. അപ്പോൾ ഈ കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 9.44. അതായത് 5നോട് 4.44 കൂട്ടിയാൽ I1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഈ 20ന് അവിടെ റോളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? അത് വേറെ പാരലൽ പാത്താണ്. 5.29 കിട്ടും. പക്ഷേ 5.296 ആംപിയർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ജംഗ്ഷൻ വരെ വരുള്ളൂ. ഈ കറണ്ട് ഇവിടുന്ന് ഒരു കറണ്ട്, ഈ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് ഇവിടെ വന്നാൽ രണ്ടായിട്ട് ആദ്യം സ്പ്ലിറ്റ് ചെയ്യും. 5.9. മറ്റൊരു കറണ്ട് ഇതിലൂടെ ഉണ്ടാവും. ഈ 5.9 പിന്നെയും ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് 5ലൂടെയും ഒന്ന് 40ലൂടെയും പോകും. 20ൽ നിന്ന് വരുന്ന ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേറെ കറണ്ട് ഇവിടെ വന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് തിരികെ താഴത്ത് കറങ്ങുക. അപ്പോൾ ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 5.296 ഗുണം 5 ഡിവൈഡഡ് ബൈ 40 + 5 ചെയ്താൽ മതി. അപ്പോൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.589 ആംപിയർ എന്ന് വരും. അപ്പോൾ 50 വോൾട്ട് മാത്രം ഉണ്ടാവുമ്പോൾ 40 ആംപിയറിലൂടെ 5.89 വരും. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 5 പാരലൽ ടു 40 ചെയ്തു. ഈ 5 പാരലൽ ടു 40 ചെയ്തു. അത് സോൾവ് ചെയ്ത് 4.44 കൊണ്ടുവന്നു. 5ഉമായിട്ട് കൂട്ടിയാൽ 9.4. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ടായി, ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടായി. ആ കറണ്ട് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഏതിനെ റിമൂവ് ചെയ്യുന്നു? 50 വോൾട്ടിനെ റിമൂവ് ചെയ്യുന്നു. 10 വോൾട്ട് മാത്രം അവിടെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോഴും ഈ 40ഉം 5ഉം പാരലലാണ്. അപ്പം 40 × 5 ഡിവൈഡ് ബൈ 40 + 5 വീണ്ടും 4.44 വരും. 4.44 വരുന്നത് ഈ പോർഷൻ ഇല്ലാതെയായാൽ ബാക്കി ഇതിനോട് സീരീസ് ആയിട്ട് 4.4 വരും. ഈ 10 എന്ന് പറയുന്ന സാധനം, 20 എന്ന് പറയുന്ന ഓം ഇവിടെ നേരെ പാരലലും വരുന്നുണ്ട്. പക്ഷെ അതിനൊരു റോളും ഇല്ല. വീണ്ടും നമുക്കറിയാം 50 എന്ന് പറയുന്ന ഈ രണ്ട് ബ്രാഞ്ചിനും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ 5 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 4.4ലൂടെ കൂടി, പക്ഷെ നമുക്ക് 4.4 അല്ല 40 വേണ്ടത്. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 5 + 4.44 9.44 വരും. 10 ഡിവൈഡ് ബൈ 9.44 എന്ന് പറഞ്ഞാൽ വീണ്ടും എത്ര വരും? 1.059 വരും. 1.059 1.059 എന്ത് ചെയ്യുക? 1.059 വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്ടീഷനായിട്ട് എന്താണ് പറയുക, പാരലൽ പാത്തിലൂടെ ഡിവൈഡ് ചെയ്യുന്നു. 5ലൂടെയും 40ലൂടെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? 1.059 ഗുണം 5 ഡിവൈഡഡ് ബൈ 50 + 45 5 + 40 45 വരും. 0.118 വരും. ആദ്യം കിട്ടിയ 0.59 0.589 0.118 കൂടി കൂട്ടിയാൽ 0.707 കിട്ടും. I1ഉം I2ഉം 40ലൂടെ പോകുന്ന 50 വോൾട്ടേജ് ഉള്ളപ്പോഴും 40 വോൾട്ടേജ് സോഴ്സ് ഉള്ളപ്പോഴും ഉള്ളതാണ്. പക്ഷെ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് കൂട്ടിയാൽ 0.707 കിട്ടും. എളുപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.